ഹേ ഗായ്സ്, ദിസ് ഈസ് സോജ ടാരോട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, സ്മൂത്ത് ഗോയിങ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നോ കറൻ്റ്ലി എന്താണ് ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാപ്പിയാണോ അല്ലേ, എന്താണ് അവസ്ഥ, നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ് എന്താണ്, ഇപ്പോൾ ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ് ഒക്കെ ആണെങ്കിൽ തിരിച്ചു വരാനുള്ളൊരു ചാൻസ് ഉണ്ടോ, റിഗ്രറ്റ് ഉണ്ടോ, കാർഡ്സിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാം തന്നെ നമ്മൾക്ക് നോക്കാം. സോ ഇന്നിവിടെ ഞാൻ 2 പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത്. പൈൽ നമ്പർ 1 ആൻഡ് പൈൽ നമ്പർ 2. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി അട്രാക്റ്റായി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഫസ്റ്റ് പൈലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി. സോ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. വഴക്കോ വാക്ക് തർക്കമോ അതൊന്നും നമ്മൾക്കിപ്പോൾ വേണ്ട. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പൈൽ ഇവിടെ ആദ്യം തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. 10 ഓഫ് പെൻറ്റിക്കിൾ കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾ, 2 ഓഫ് പെൻറ്റിക്കിൾ, ദ വേൾഡ് കാർഡ്, ദ മൂൺ കാർഡ്, ദ ഹെറോഫൻ, ദ ടവർ കാർഡ്, ദ ഡെവിൾ കാർഡ്, പേജ് ഓഫ് പെൻറ്റിക്കിൾ, സ്ട്രെങ്ത് കാർഡ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ മൊത്തവും ഇപ്പോൾ ഫാമിലി എന്നത് തന്നെയാണ്. ഒരു ഫാമിലി ആകണം. ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് ആണെങ്കിൽ ഫാമിലിയെ പറ്റിയിട്ടുള്ള ചിന്ത ഈ ഒരു പേഴ്സണ് അടുത്ത സമയത്തായിട്ട് ഭയങ്കരമായിട്ട് വരുന്നു. എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും ആൾക്ക് വേറൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഫാമിലിയാണ് എല്ലാം എന്നുള്ളൊരു തിരിച്ചറിവ് ഈ പേഴ്സണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പൈലിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. നല്ലൊരു മാറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. സെയിം ടൈം ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇത്രയും സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു പൈലിൽ കാണുന്നത്. നിങ്ങൾ പേടിക്കേണ്ട, അത്രത്തോളം സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കര മാറ്റവും വന്നിട്ടുമുണ്ട്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ 10 ഓഫ് പെൻറ്റിക്കിളാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഫാമിലി ആകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മേ ബി നിങ്ങളെ പാസ്റ്റിൽ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരിക്കാം. ഈ ഒരു പേഴ്സൺ അടുത്ത സമയത്തായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കിയിട്ടുണ്ടായിരിക്കാം. സോ അതിനെല്ലാം ഓക്കെ, നിങ്ങളടുത്ത് ചെയ്തതിനോ പറഞ്ഞതിനോ ഈ പേഴ്സണ് അറ്റ് പ്രസൻറ്റ് ഒരു റിഗ്രറ്റ് ഉണ്ട്, കുറ്റബോധമുണ്ട്. ആ പേഴ്സൻ്റെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ പീരീഡാണ് നടക്കുന്നത്. മേ ബി നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയോ കർമ്മയോ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. മേ ബി ഒരു പേഴ്സൺ ഇപ്പോൾ കോണ്ടാക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. വട്ടെവർ അതെന്തുമായിക്കോട്ടെ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു റിഗ്രറ്റ് ഫീൽ, കുറ്റബോധം വന്നിരിക്കുന്ന ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫർമേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് തൊട്ട് താഴെയായിട്ട് നമ്മൾക്ക് 5 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ടാരക്ക റീഡിങ് കുറച്ചെങ്കിലും കാണുന്ന ആൾക്കാർക്കറിയാം 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരു നഷ്ടപ്രണയം, ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റിൽ ഇപ്പോൾ വിഷമിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നു. കറൻ്റ്ലി ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത് അല്ലേ. കറൻ്റ്ലി എന്താണ് ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ഒരു വിഷമം അല്ലെങ്കിൽ നിങ്ങളായിരുന്നു റൈറ്റ് പേഴ്സൺ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. കുറച്ച് നാൾ മുന്നേ വരെ ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കണം എന്നില്ല. നിങ്ങൾ നോക്കുന്ന സമയത്തെല്ലാം ഫുള്ളി ഹാപ്പി ആയിട്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ ആ ഒരു പേഴ്സൺ മാറിയിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്, ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റെസനേറ്റ് ആകും. നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിലൊരു കുറ്റബോധം, ഒരു ട്രാൻസ്ഫർമേഷൻ പീരീഡ് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ, പ്രത്യേകിച്ചും ഒരു നോ കോണ്ടാക്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സ്റ്റക്കാണ്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം നൈറ്റ് ഓഫ് പെൻറ്റിക്കിളും 2 ഓഫ് പെൻറ്റിക്കിളും ആണ് എന്നെനിക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഈ ഒരു പേഴ്സൺ മണി മൈൻഡ് നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസും ഈ ഒരു പേഴ്സണ് ഉണ്ട്. ഓക്കെ, നിങ്ങളല്ലെങ്കിൽ വേറൊരു പേഴ്സൺ
അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ വേറെ അഡിക്ഷൻസൊക്കെ ഉണ്ടായിരിക്കാം. ഒരു അഡിക്ഷൻ എന്ന രീതിയിലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2 ഓഫ് പെന്റിക്കിൾ കാർഡ്സിൽ കാണാൻ സാധിക്കും. ആഹ്, ഒരു സൈഡിൽ നിങ്ങളാണെങ്കിൽ വേറൊരു സൈഡിൽ അഡിക്ഷൻസോ അല്ലെങ്കിൽ വേറെ അവൈലബിലിറ്റീസ് ഒരുപാട് ഈ ഒരു പേഴ്സണുണ്ട്. ഓക്കെ. അതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ക്യാഷ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ കാണാൻ പറ്റുന്നുണ്ട്. മേ ബി നല്ലൊരു ജോലിയോ, ആള് ഒരു മണി മൈൻഡുള്ള പേഴ്സൺ ആയതുകൊണ്ട് തന്നെ എന്ത് വന്നാലും ക്യാഷ് വിട്ട് കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു പേഴ്സൺ അടുത്ത സമയത്തായിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു പേഴ്സണായിട്ടും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ദ വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു ബീച്ച് ഏരിയയോ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കൊക്കെ ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നു. ആൻഡ് ദ മൂൺ കാർഡ്, ദ ഹെറോഫൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ദ ടവർ കാർഡ് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കണക്ഷനാണ്. എവിടെയോ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വാക്ക് തർക്കങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനും, മേ ബി ആളുടെ ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉള്ളതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. നല്ല രീതിയിൽ പോകേണ്ട ഒരു കണക്ഷനാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വന്നിട്ടുള്ളത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ പറ്റിയിട്ട് രാത്രി സമയം ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു കോണ്ടാക്റ്റിനെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സണെ ആരൊക്കെയോ മാനിപ്പുലേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങളടുത്ത് ഈ ഒരു പേഴ്സണ് ശരിക്കും ഇഷ്ടമുണ്ട്, പക്ഷേ വേറെ പല ആൾക്കാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ എനർജി ഈ പേഴ്സൺ പോലും അറിയാതെ ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഓക്കെ. ഈ പേഴ്സൺ പോലും അറിയാതെ പലരും മാനിപ്പുലേറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സ് മാറ്റിയെടുത്തൊരവസ്ഥയും, ബാക്കിയുള്ളവരുടെ എനർജി ഒരു പേഴ്സണെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയും നിങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷനുമാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എനർജി മേ ബി കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പല ഇഷ്യൂസും റിലേഷൻഷിപ്പിലും വന്നിട്ടുള്ളത്. കൂടുതൽ എനർജി ഉള്ളത് തേർഡ് പാർട്ടിക്കാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അതാണ് ഇവിടുത്തെ സംഭവം. ഈ ഒരു പേഴ്സൺ എത്രയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ചില സമയം നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്ട്രോങ് ഫീലിംഗ്, പ്രത്യേകിച്ചും ഈ ഒരു സമയം ഭയങ്കര ഒരു കുറ്റബോധവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ സ്പിരിച്വൽ വേയിലാവാനുള്ളൊരു ചാൻസോ, നിങ്ങൾ മാനിഫേസ്റ്റ് ചെയ്യാനോ സ്പെൽസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ തീർച്ചയായിട്ടും ഒരു മാറ്റം, മേ ബി പ്രാർത്ഥിച്ചതിൻ്റെ ഒരു മാറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. സോ ഒരു കോണ്ടാക്റ്റിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ മാനിഫേസ്റ്റ് ചെയ്യാം. കാര്യം ഈ ഒരു പേഴ്സൺ നല്ല രീതിയിൽ മാറി ചിന്തിക്കുന്നുമുണ്ട്. നിങ്ങൾക്ക് നേരെ ഒരു സ്ട്രെങ്ത് എടുക്കണം, ഒരു ആക്ഷൻ എടുക്കണം എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഈ ഒരു പേഴ്സൺ ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് ഡെത്ത് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഡെത്ത് കാർഡിന് കുറേ മീനിങ്സ് ഉണ്ട്, പക്ഷേ ഇവിടെ നമ്മൾക്ക് ബോട്ടം കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങളിനി അക്സെപ്റ്റ് ചെയ്യോ, എന്തായി തീരും, ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ വ്യക്തി. ഓക്കെ. നിങ്ങൾ വിചാരിക്കും ആ ഒരു പേഴ്സൺ ഭയങ്കര സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ സ്ട്രോങ് മൈൻഡുള്ളൊരു പേഴ്സൺ. അങ്ങനെയൊന്നുമല്ല. ഓക്കെ. ഫുള്ളി ആ ഒരു പേഴ്സൺ ചെറിയൊരു കാര്യം വരുമ്പോഴേ ഡൗൺ ആകുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പേഴ്സൺ തന്നെയാണ്. ഓക്കെ. വേറെ ആരെന്ത് പറഞ്ഞാലും അതിലേക്കോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആരെയും ഫുള്ളായിട്ട് കണ്ണുമടച്ച് വിശ്വസിക്കാനോ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നിന്നു കൊടുക്കാനോ നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല. സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും, അല്ലേ? സോ ഇവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പേഴ്സൺ ഇത് കേട്ടിട്ട് ആരും അങ്ങോട്ടേക്ക് പോയി, ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടല്ലോ, റിഗ്രറ്റ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് ആരും മെസ്സേജ് ചെയ്യാൻ പോകണ്ട. അത് നേരെ ഓപ്പോസിറ്റായിട്ട് റിസൾട്ട് തരും. കുറച്ചും കൂടി ഒരു പേഴ്സൺ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഇപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ ആയിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തവർക്ക് പോലും ഇത് റെസനേറ്റ് ആകും. ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ പല ഇഷ്യൂസും, അല്ലെങ്കിൽ നിങ്ങളെ ഓർക്കുന്ന രീതിയിൽ, നിങ്ങളായിരുന്നു ബെസ്റ്റ് എന്ന രീതിയിലുള്ള എനർജീസ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ. സോ ഒരു തിരിച്ചു വരവിനെ പറ്റി ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴും നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളൊക്കെ വരുന്ന സമയത്തും ഈ ഒരു പേഴ്സൺ അതിന് കംപ്ലീറ്റ് ആയിട്ട് സാധിക്കുന്നില്ല എന്നതാണ്. ഓക്കെ. മേ ബി നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആളെ ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ റിയൽ ഫേസ് റിവീൽ ആകുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. പല അഡിക്ഷൻസും കാര്യങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും എല്ലാം ഉണ്ടെങ്കിലും ഒരു റിഗ്രറ്റ്, കുറ്റബോധം, നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനോ കർമ്മയോ ആയിരിക്കാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആളും ഒട്ടും ഹാപ്പി അല്ല, പക്ഷെ സ്റ്റിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്.
ബാക്ക് ടു നല്ലൊരു ഫാമിലി ലൈഫ് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇപ്പോൾ ഡിവോഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് ആണെങ്കിൽ ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം ബാക്ക് ടു ഒരു ഫാമിലി ലൈഫ്, കുട്ടികളൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് പോകണം എന്നൊരു ചിന്ത ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. അല്ലാതെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇനിയും ഈ ഒരു പേഴ്സണെ കണ്ടുമുട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുക, ടെലിപ്പതി വർക്ക് ആവുന്നൊരു സിറ്റുവേഷനും അങ്ങോട്ടേക്ക് പോയി കോൺടാക്ട് ചെയ്യാതിരിക്കുക. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഫസ്റ്റ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ. ഓക്കെ, സെക്കൻഡ് പൈൽ ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഏസ് ഓഫ് വാൺസ് കിട്ടിയിട്ടുണ്ട്, 6 ഓഫ് സോഡ്സ്, 3 ഓഫ് കപ്സ്, അതേപോലെ തന്നെ 10 ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്, 3 ഓഫ് സോഡ്സ്, 3 ഓഫ് വാൺസ്, 7 ഓഫ് പെൻറ്റിക്കിൾ, 10 ഓഫ് സോഡ്സ്, 4 ഓഫ് പെൻറ്റിക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 7 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം. ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്. അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ ഒരുപാട് ഇഷ്ടം നിങ്ങളുടെ അടുത്ത് തോന്നുന്നുണ്ട്. എന്ത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, സ്മൂത്ത് ഗോയിങ് അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ്, നോ കോണ്ടാക്റ്റ്, ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ, പറഞ്ഞ് നിർത്തിയിട്ടുള്ളതോ, പല ഇഷ്യൂസോ, തേർഡ് പാർട്ടി സിറ്റുവേഷനോ, വാട്ടെവർ അതവിടെ നിൽക്കട്ടെ, നിങ്ങളടുത്തുള്ളൊരു ഫീലിങ്സ് ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. പക്ഷേ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം. നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരുന്നില്ല. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മാറിപ്പോകുന്നതൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല. എന്നാൽ ആക്ഷൻ എടുക്കാൻ തയ്യാറാകാതെ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഇവിടെ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഓക്കെ, ഇഷ്ടമുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അല്ലെങ്കിൽ ഉള്ളിൽ ഇഷ്ടമുണ്ടായിട്ട് മാത്രം കാര്യമില്ല, പുറത്ത് പ്രകടിപ്പിക്കാനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത സിറ്റുവേഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ അത് മെൻ്റലി ഡൗൺ ആക്കുന്നുണ്ടായിരിക്കാം. സോ മേ ബി ആ ഒരു പേഴ്സൻ്റെ സിറ്റുവേഷൻ കാരണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ആൾക്കൊരു ആക്ഷൻ എടുക്കാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പേഴ്സണെയാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളുടെ വ്യക്തി കറൻ്റ്ലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത്. നമ്മൾക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഏസ് ഓഫ് വാൺസും 6 ഓഫ് സോഡ്സുമാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ക്ലിയർ ആണ്, നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു പാഷൻ ഉണ്ട്. മേ ബി നേരത്തെ റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എന്ന് പറയുന്നൊരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുള്ളത്. സോ അത് ഭയങ്കര സ്പെഷ്യലായിട്ട് തന്നെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. നിങ്ങളുടെ അടുത്തുള്ളൊരു പാഷൻ വേറെ ആരുടെ തോന്നിയിട്ടില്ല എന്നതാണ് ഈ ഒരു കണക്ഷൻ്റെ സ്പെഷ്യാലിറ്റി. മേ ബി ട്വിൻ ഫ്ലെയിം കണക്ഷനോ സോൾമേറ്റ് കണക്ഷനൊക്കെ ആവാൻ. ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ട്വിൻ ഫ്ലെയിം കണക്ഷൻ അല്ല കേട്ടോ, ഞാൻ റീഡിങ്സിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. 1-2 പേരൊക്കെ ഉള്ളൂ ഈ ഒരു സെക്കൻഡ് പൈൽ ട്വിൻ ഫ്ലെയിമിൽ വരുന്നത്. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഓക്കെ, ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം, ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഡ്രീം ചെയ്യുന്നത്. അതിന് പല ഇഷ്യൂസും സിറ്റുവേഷൻസും ഓവർകം ചെയ്ത് വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതായത് മേ ബി ഒരു ഈ ഒരു പേഴ്സൺ ലൈഫിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാര്യം ബോട്ടം ഓഫ് ദി ഡെക്ക് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളതും 7 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേ സമയം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഇതിൽ സ്റ്റക്കാണ്. ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അതൊരു ആക്ഷനിലേക്ക് എത്തിയിട്ടില്ല. അത് നിങ്ങൾ എത്തിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യണം. ഈ ഒരു പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി പല സെലിബ്രേഷനിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്നുണ്ട്. അതായത് മേ ബി ആരുടെയെങ്കിലും മാരേജ്, എൻഗേജ്മെൻറ്റ്, ബേബി ഷവർ, ഫ്രണ്ട്സായിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുക, ഒരു ഹാപ്പിനെസ്, ഒരു സന്തോഷവും എല്ലാവരും കൂടിച്ചേർന്ന് ഒരു സന്തോഷം സെലിബ്രേഷനും ഒക്കെ നടക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ലൈഫിൽ. പക്ഷേ സെയിം ടൈം നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ ഭയങ്കരമാണ്. ഓക്കെ, അത്രയും സമയം മേ ബി ആ ഒരു പേഴ്സൺ ഹാപ്പി ആയിരിക്കും, ഫ്രണ്ട്സിൻ്റെ കൂടെ ഫാമിലിയുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ എല്ലാവരെയൊക്കെ കണ്ട്, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവരെയും കണ്ട് സംസാരിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനോ, അപ്പോഴെല്ലാം ഈ ഒരു പേഴ്സൺ ഹാപ്പിയാണ്. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ഒറ്റപ്പെടൽ ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് അതൊരു ഇഷ്യൂ തന്നെയായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് 10 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 9 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്.
ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് നിങ്ങളാണ് ലൈഫിലെ ആ ഒരു മിസ്സിംഗ് പാർട്ട്, നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളെയാണ് മിസ് ചെയ്യുന്നത്, നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ ലൈഫ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നൊരു തോന്നൽ ഇപ്പോഴാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു തിരിച്ചറിവ് പ്രത്യേകിച്ചും ഒരു നോ കോണ്ടാക്റ്റ്, ബ്രേക്കപ്പ്, ഒരു സെപ്പറേഷനിലൊക്കെ ഉള്ളവർക്കാണിത് കൂടുതൽ റെസനേറ്റ് ആകാൻ ചാൻസ്. അല്ലാതെ സ്മൂത്ത് ഗോയിങ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ഒരു മാരേജ് എൻഗേജ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. അല്ലാതെ ഒരു സെപ്പറേഷനുള്ളവർക്കും ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ഒരു മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ്. നല്ലൊരു വ്യത്യാസം ഫസ്റ്റ് പൈലിലും ഈ ഒരു സെക്കൻഡ് പൈലിലും കാണാൻ പറ്റുന്നുണ്ട്. 9 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട്. ഒരു കപ്പ് എവിടെയോ മിസ്സിങ് ആയിരുന്നു, അത് ആ ഒരു പേഴ്സൺ കണ്ടുപിടിക്കുന്നത് നിങ്ങളിലൂടെയാണ്. ഓക്കെ, നിങ്ങളായിരുന്നു ആ ഒരു കംപ്ലീഷൻ, നിങ്ങളുണ്ടെങ്കിലേ ലൈഫ് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നൊരു തോന്നൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പല വാക്ക് തർക്കങ്ങളും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ളൊരവസ്ഥയോ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളോ മെസ്സേജോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരിക്കാം. അതിൽ ഈ ഒരു പേഴ്സണ് ഇപ്പോൾ കുറ്റബോധം, നിങ്ങളെ വേദനിപ്പിച്ചു എന്നുള്ളൊരു തോന്നൽ ഫസ്റ്റ് പൈലിലും വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെയും. ഈ ഒരു പേഴ്സൺ അടുത്ത സമയത്തായിട്ട് ഹെൽത്ത് ഇഷ്യൂ വരാനുള്ളൊരു ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുമായിട്ട് എപ്പോഴും ഒരു കലഹ സ്വഭാവമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നത്. ഇനിയും വന്ന് വീണ്ടും ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളാകുമോ, വഴക്കാകുമോ, വാക്ക് തർക്കങ്ങളാകുമോ എന്നുള്ളൊരു പേടി പാസ്റ്റിലുണ്ടായതുപോലെ റിപ്പീറ്റായിട്ടൊരു സൈക്കിൾ പോലെ നിങ്ങൾക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. വരും, വീണ്ടും വഴക്കാവും, പ്രശ്നങ്ങളാകും, പോകും എന്നൊരു സിറ്റുവേഷൻ റിപ്പീറ്റ് ആകുമോ എന്ന് പേടിച്ചിട്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഓക്കെ, 5 ഓഫ് സോഡ്സും 4 ഓഫ് പെൻഡിക്കിളും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ 3 ഓഫ് വാൺസും 7 ഓഫ് പെൻഡിക്കിളും വന്നിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട്. കറൻ്റ്ലി കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക, 10 ഓഫ് സോഡ്സ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആലോചിച്ച്, നിങ്ങളെപ്പറ്റി ആലോചിച്ച് ഒരു റീകൺസിലേഷൻ, റീയൂണിയൻ നടക്കണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാകണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ വേറെ ആരെയും കല്യാണം കഴിച്ച് പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടമല്ല. നിങ്ങൾ ഈ ഒരു പേഴ്സണെ ഇഗ്നോർ ചെയ്യുന്നതും ഈ ഒരു വ്യക്തിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നതും കാണാൻ സാധിക്കുന്നു. ഓക്കെ, ആൻഡ് 7 ഓഫ് പെൻഡിക്കിളും വന്നിട്ടുണ്ട്. ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി വന്ന് ചേരും. ക്യാഷ് ഒരുപാട് ഉണ്ടാക്കും ഈ ഒരു പേഴ്സൺ ഫ്യൂച്ചറിൽ. എന്തെങ്കിലും അറ്റ് പ്രസൻറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ ആവണ്ട. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ക്യാഷ് ഒരു തേർഡ് പാർട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറിക്കിട്ടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഫ്യൂച്ചറിലാണെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ക്യാഷ് ഒരുപാടുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളെ അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആൾക്ക് പിന്നെ ലൈഫിൽ ക്യാഷ് കൊണ്ട് മാത്രം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഏറ്റവും വിലപ്പെട്ടൊരു കാര്യം നഷ്ടപ്പെട്ടിട്ട് കുറേ ക്യാഷ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്നൊരു തോന്നലാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, ക്യാഷ് ഉണ്ടാവുന്നുണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്. പക്ഷേ നിങ്ങളാണ് ഈ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊരു തോന്നൽ ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെയോ സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കാം. 3 എന്ന് പറയുന്നൊരു നമ്പർ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി ഒരു 3 ഡേയ്സിലോ 3 വീക്സിലൊക്കെ തന്നെ നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് പ്രതീക്ഷിക്കാം എന്നതും ഇവിടെ കാണാൻ സാധിക്കുന്നു, ഒരു പോസിറ്റീവ് റിസൾട്ട്. ഓക്കെ, അതേപോലെ 7777, 777 ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നതും ഒരു ലക്കിനെ സൂചിപ്പിക്കുന്ന നമ്പർ കൂടിയാണ് കേട്ടോ. സോ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഫീലിങ്സ് എല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കട്ടെ. ഒരുപാട് ഇഷ്ടമുണ്ട്, ചീറ്റിംഗ് ഒന്നുമല്ല, ഒരു ഓൺ ആൻഡ് ഓഫ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ വന്നിട്ട് വീണ്ടും പോകുമോ, വീണ്ടും വഴക്കാവോ, വാക്ക് തർക്കമാകുമോ, സംസാരശാലും പ്രശ്നങ്ങളാകുമോ എന്നുള്ളൊരു ഭയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് മേ ബി ഉണ്ടായിരിക്കാം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി വേറൊരു വ്യക്തിയുടെ അടുത്തും പറയാതിരിക്കുക. ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മാക്സിമം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എത്ര ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്താണെങ്കിലും അറ്റ് പ്രസൻറ്റ് ഒന്നും ഷെയർ ചെയ്യാൻ നിൽക്കണ്ട എന്നൊരു മെസ്സേജ് കൂടി കിട്ടുന്നുണ്ട്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. ഓക്കെ, ഒരു തേർഡ് പേഴ്സൻ്റെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എത്രയൊക്കെ ആരുമായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രണ്ട്സായിട്ടായിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലും ഒക്കെ ആയിട്ടും ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊരു ചിന്ത ഈ ഒരു പേഴ്സണുണ്ട്. സോ
ഭയങ്കരമായിട്ട് മാസ്ക് ഇട്ട രീതിയിൽ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പൈലിൽ നിങ്ങളുടെ വ്യക്തിനെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഇഷ്ടമുണ്ട്, പുറത്ത് കാണിക്കാൻ പറ്റാതെ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സിറ്റുവേഷൻ, വഴക്കാവുമോ വാക്ക് തർക്കമാകുമോ എന്ന് പേടിച്ച് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ, സെയിം ടൈം ഒരുപാട് ഓപ്ഷൻസും മുന്നിലുണ്ട്, ഒന്നും ചൂസ് ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഈ സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാം എന്തിനു വേണ്ടിയിട്ട്, മാനിഫെസ്റ്റ് ചെയ്ത് ഈ ഒരു പേഴ്സണെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പൈലിൻ്റെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്, ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് പേഴ്സണൽ റീഡിങ്ങിലായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എനിക്ക് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും, നിങ്ങൾക്കും അതായിരിക്കും കൂടുതൽ ഈസി. ഓക്കെ, സോ ടേക്ക് കെയർ, ബൈ.